ഹലോ, ഇന്ന് നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ നന്നായി മാറി വരുന്നത് വരേക്കും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ വഴറ്റിയെടുത്തതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടിയാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ മല്ലിയിലയും പുതിനയിലയും അരച്ച് പേസ്റ്റാക്കി ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടിയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണ വരേക്കും ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടും. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ റൈസിന് ഞാനിവിടെ എടുക്കുന്നത് പൊന്നിയരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീര റൈസോ ബസ്മതി റൈസോ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് നെയ്യൂടെ തൂവി കൊടുത്താൽ നമ്മുടെ അടിപൊളി തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ റൈസ് സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.